ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ ഏപ്രിൽ 12-ാം തീയതി ദൈവകരുണയുടെ തിരുനാളായിട്ടാണ് കത്തോലിക്ക സഭയിൽ ആഘോഷിക്കുക. AD 2000-ലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുവാനായിട്ട് പ്രഖ്യാപിച്ചത്. ഈശോ പോളണ്ടിൽ വെച്ചിട്ട് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും അവിടെ വെച്ച് തൻ്റെ ചിത്രം വരയ്ക്കുവാനായിട്ട് പറയുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ 1934 ഈ ചിത്രം വരച്ച് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ ചിത്രത്തില് ഈശോയുടെ വലതുകരം അത് ഉയർത്തിപ്പിടിച്ച് ഒരു അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ഇരിക്കുക. ഇടതുകരം ഹൃദയത്തിലേക്ക് ചൂണ്ടിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവജനത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് ഈശോ നിൽക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ കരുണയിലേക്ക് നമ്മളെല്ലാവരെയും മാടി വിളിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും 2 കിരണങ്ങൾ പോകുന്നുണ്ട്. ഒരു കിരണം ചുമന്ന കളറിലും മറ്റേത് വെള്ള കളറിലുമാണ് കാണുവാനായിട്ട് സാധിക്കും. ചുമന്ന ഈ കിരണം കാണിക്കുക അത് ഈശോയുടെ രക്തത്തെ സൂചിപ്പിക്കുകയാണ്. ഈ വെള്ള കിരണം കാണിക്കുക അത് ജലത്തെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈശോയുടെ മരണശേഷം ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്, അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി എന്നാണ് പറഞ്ഞു വെക്കുക. ഈ ഫോട്ടോയുടെ ഏറ്റവും അടിയിൽ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നാണ് എഴുതിയിരിക്കുക. അതായത് വിശ്വാസത്തിന്റെ ഏറ്റവും കേന്ദ്രബിന്ദുവാണ് ഈ വാചകം എന്ന് പറയുക. ദൈവത്തിന്റെ കരുണയില് പൂർണ്ണമായി വിശ്വാസം വെക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ പിക്ചറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈശോയുടെ മുഖത്ത് ഒരു സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു മുഖമാണ് കാണുവാനായിട്ട് സാധിക്കുക. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറകില് ഒരു കറുത്ത കളറിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പാപാന്ധകാരമായ ഇരുണ്ട അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ ഇരുണ്ട പാപാന്ധകാരമായ അവസ്ഥയിൽ നിന്നും ഈശോ ദൈവകരുണയുടെ ഒരു പ്രകാശമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇത് കാണുക. അതായത് എത്ര വലിയ പാപാന്ധകാരമായ നിമിഷമായാലും ദൈവത്തിൻ്റെ കരുണ വരുമ്പോൾ അത് പ്രകാശപൂർണമായിരിക്കും എന്ന് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഈശോയുടെ ഒരു കാല് മുൻപോട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് കാണുക. ഒരിക്കലും നമ്മൾ ശിക്ഷിക്കാനല്ല, മറിച്ച് രക്ഷയിലേക്ക് നയിക്കുവാനായിട്ടാണ് ഈശോ എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളെ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. കുമ്പസാരിച്ച് ആത്മാർത്ഥമായിട്ട് നല്ല വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ ദൈവകരുണയുടെ അനുഗ്രഹം നമ്മളെ തേടി വരും. അതുകൊണ്ട് മറക്കാതിരിക്കുക, നാളത്തെ ദിവസം ഏറ്റവും വിശുദ്ധമായിട്ട് ആഘോഷിക്കാനായിട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.